ഒരിടത്ത് ഒരു ഒന്നാന്തരം പൂന്തോട്ടത്തിന്റെ ഉടമയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. തന്റെ പൂന്തോട്ടത്തിലെ ഏറ്റവും നല്ല പഴങ്ങൾ കൊത്തി തിന്നുകയായിരുന്ന ഒരു പക്ഷിയെ അദ്ദേഹം തന്റെ കെണിയിലാക്കി. ഈ തോട്ടക്കാരന്റെ കെണിയിലായ പക്ഷി അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ നിങ്ങൾ തുറന്നു വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ജ്ഞാനപ്രബോധനങ്ങൾ നൽകാം എന്ന് പറഞ്ഞു. ഇത് കേട്ട ഈ തോട്ടക്കാരൻ ഈ പക്ഷിയെ തുറന്നു വിട്ടു. അതിങ്ങനെ തുറന്നു. തിരിച്ചെടുക്കാനാവാത്തതിനെ ഓർത്ത് ഖേദിക്കരുത്, അസാധ്യമായതിൽ വിശ്വസിക്കരുത്, അപ്രാപ്യമായതിനെ തേടി പോകരുത്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അത് വീണ്ടും തുടർന്നു. എന്നെ നിങ്ങൾ തുറന്നു വിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ ഉള്ളിൽ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള ഒരു മുത്തുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് സ്വന്തമാക്കാമോ? ഇത് കേട്ട് അരിശം പൂണ്ട ഈ തോട്ടക്കാരൻ ഈ പക്ഷിയിരുന്ന മരത്തിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ഇദ്ദേഹം കയറുന്നതിനനുസരിച്ച് പക്ഷി സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം മുകളിലേക്ക് വീണ്ടും കയറി. ഒടുവിൽ ആ പക്ഷി ഏറ്റവും മുകളിലുള്ള ചില്ലയിലേക്ക് പോയി സുരക്ഷിതമായിരുന്നു. ഇതിന്റെ പുറകെ കയറിയ ഈ തോട്ടക്കാരൻ ആ വൃക്ഷത്തിന്റെ കൊമ്പൊടിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. പരിക്കേറ്റ അയാൾ ഒരുവിധം എഴുന്നേറ്റ് വളരെ വിഷമത്തോടുകൂടി ആ പക്ഷിയെ നോക്കി. ജ്ഞാനം വിവേകികൾക്കുള്ളതാണ് എന്ന് പക്ഷി അയാളെ ഉപദേശിച്ചു. ജ്ഞാനം വിവേകികൾക്കുള്ളതാണ്. തിരിച്ചു കിട്ടാത്തതിനെ ഓർത്ത് ദുഃഖിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. പക്ഷേ എന്നെ തുറന്നു വിട്ട ഉടനെ നിങ്ങൾ എന്റെ പിൻപേ വന്നു. അസംഭവ്യമായത് വിശ്വസിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ടും എന്നെ പോലൊരു പക്ഷിയിൽ ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള മുത്തുണ്ടാവുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു. അപ്രാപ്യമായതിന്റെ പിന്നാലെ പോകരുതെന്നും പറഞ്ഞില്ലേ. എന്നിട്ടും നിങ്ങൾ എന്നെ പോലൊരു പക്ഷിയെ പിടിക്കാൻ മരത്തിന്മേൽ വലിഞ്ഞു കയറി. നിങ്ങളൊരു മൂഢനാണ്. ഇത് വെറുമൊരു പക്ഷിയുടെ കഥയായി തള്ളിക്കളയുന്നു. നമ്മളിൽ പലരും ഇതുപോലെയാണ്. നമ്മൾ സ്വയം യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക, വെറുതെ ആൾക്കാർ ഓരോന്ന് പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോകാതിരിക്കുക. പലപ്പോഴും മനുഷ്യരായ നമുക്ക് സംഭവിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങളെ, പലരും പറയുന്ന കാര്യങ്ങളെ അതേപടി നമ്മൾ വിശ്വസിക്കുകയും നമ്മുടേതായ ചില നിലപാടുകളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. എന്നാൽ ആ കേൾക്കുന്നതിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ മെനക്കെടാറില്ല. പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ നമ്മുടെ അടുത്ത് പലരും വന്ന് പറഞ്ഞേക്കാം. ഈ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയോ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഈ പക്ഷി പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ മനുഷ്യനൊരു മൂഢനാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു വാർത്ത വിശ്വസിച്ച്, അല്ലെങ്കിൽ ഈ പക്ഷി പറഞ്ഞത് വിശ്വസിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയില്ല. അപ്പോൾ നമ്മൾ പലരും ഇതുപോലെയാണ്. ശരിക്കും എന്ത് വസ്തുതകൾ അല്ലെങ്കിൽ എന്ത് വാർത്തകൾ നമ്മൾ കേട്ടാലും, ആര് എന്ത് നമ്മോട് പറഞ്ഞാലും, മറ്റുള്ളവരെ കുറിച്ച് മനുഷ്യരുടെ ഒരു തനതായ സ്വഭാവമാണ് എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ഒരേ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഒരേ ബിസിനസ് ചെയ്യുന്നവർ, ഒരേ സ്ഥാപനങ്ങൾ നടത്തുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളിലൂടെയും അപഖ്യാതികൾ പറയുകയും എന്ത് ചെയ്യാറുണ്ട്, തെറ്റിദ്ധാരണ ജനങ്ങളിൽ എത്തിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഒരാൾ നിങ്ങളോട് തെറ്റായ വസ്തുതകൾ അല്ലെങ്കിൽ അയാളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട്. അത് വാസ്തവമാണോ, അത് ശരിയാണോ എന്ന് ചിന്തിക്കുവാൻ, അത് മനസ്സിലാക്കുവാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പക്ഷിയുടെ ഈ ഒരു കഥ, അതിനെ ഒരു വെറും കഥയായി കളയാതെ, വെറുതെ ആൾക്കാർ പറയുന്നത് ഓരോന്ന് പറയുന്നത് കേട്ട് അതിൻ്റെ പിന്നാലെ പോകാതെ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം.